എങ്ങനെയുണ്ട്? കൊള്ളാം. ഇതുപോലുള്ള കൊച്ചു കൊച്ചു സ്ഥലങ്ങൾ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ടൂറിസത്തിന്റെ അനന്തമായ സാധ്യതകൾ, അത് നടപ്പിലാകുമ്പോഴുണ്ടാകുന്ന കമ്മീഷൻ, അതാണ് നമ്മുടെ പാർട്ടിയുടെ. അതുകൊണ്ടാണല്ലോ നേതാവിന്റെ കൂടെ നിൽക്കുന്നത്. അപാര ബുദ്ധിയല്ലേ നേതാവിന്. അതിവിടെയായാലും ഇവിടെയായാലും അതുകൊണ്ടാണല്ലോ നമ്മൾ ഒറ്റ കെട്ടായി നിൽക്കുന്നത്. തഞ്ചത്തിലെല്ലാം മനസ്സിലാക്കിക്കൊള്ളണം. ബുദ്ധിരാക്ഷസനാണ് അയാൾ. ഹോ, നേതാവ് പറഞ്ഞതാണ് ശരി. ഈ പാർട്ടിയിൽ നിന്ന് പിടിച്ചു നീക്കാൻ വലിയ പാടാ. എന്തോ ഈ പാർട്ടിയുടെ ഉടായ്പിനോട് എനിക്ക് താല്പര്യമില്ല. എല്ലാ പാർട്ടിയിലും കൊണ്ടോ ഈ ഉടായ്പകൾ. പക്ഷേ എന്റെ കുടുംബത്തിന് വേണ്ടിയോ എന്റെ മക്കൾക്ക് വേണ്ടിയോ ഞാൻ ഇതുവരെ ഒന്നും സമ്പാദിച്ചില്ല. എല്ലാം എന്റെ പാർട്ടിക്ക് വേണ്ടിയാ. എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കണം. എങ്ങനെ? അത് ഞാൻ പറഞ്ഞു തരേണ്ടതുണ്ടോ? ഒന്ന് കണ്ണടച്ചാ മതി. നിർത്തണോ? 69 വയസ്സായി എനിക്ക്. എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ എന്റെ പാർട്ടിയെ ചതിച്ചിട്ടില്ല. ഇനി എനിക്കതിലോട്ട് ആവുകയുമില്ല. വേണ്ട, നേതാവിന് വേണ്ടെങ്കിൽ വേണ്ട. നേതാവിന്റെ ഇഷ്ടം പോലെ ആകട്ടെ. എന്തിനിത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തുവെന്ന് നിങ്ങൾ ചോദിക്കും. പറയാം. വയസ്സ് 50 ആയടോ. ഇനി വയ്യ. എത്തേണ്ട സ്ഥാനത്തെത്തിയേ പറ്റൂ. എൻ്റെ കാര്യം മാത്രമല്ലടോ, എന്നെ ആശ്രയിച്ച് കഴിയുന്ന നിങ്ങളെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടെത്തിക്കേണ്ടേടോ. അതിനാണ് ഇങ്ങനെ ഒരു തീരുമാനം ഞാനെടുത്തത്. തീരുമാനം കൊള്ളാം, പക്ഷേ ഇതെങ്ങനെ വർക്കൗട്ട് ആവും? എന്തെങ്കിലും കാണാതെ നേതാവ് ഒന്നും പറയില്ല. നേതാവ് എടുത്ത തീരുമാനം സക്സസ് ആയാൽ നമുക്കൊരു നേട്ടം തന്നെ. സത്യം പറഞ്ഞാൽ എനിക്കൊരു പേടിയുണ്ട്. എന്തായാലും നമ്മൾ വൈശാഖിനെ കാണുന്നു. ഈ തീരുമാനം വൈശാഖിനെ അറിയിക്കുന്നു. കയറ്. അമ്മേ. ഓ, ദേ വരുന്ന. ഓ, രാത്രി 12 മണിയാവുമ്പോ വന്ന് കിടക്കും. ഉച്ചയ്ക്ക് 12 മണിയാവുമ്പോ എണീക്കും. ഇന്നത്തെ തലമുറയുടെ ഓരോ പോക്കേ. അമ്മേ. എന്നാ ചായ. എങ്ങോട്ടാ എന്റെ പൊന്നുമോൻ രാവിലെ കുളിച്ചൊരുങ്ങി? ഈ നട്ടുച്ചയ്ക്കേ. വൈശാഖൻ. മുഖവുര വേണ്ട, പറഞ്ഞാ മതി.
നമ്മളെല്ലാം തീരുമാനിച്ചു. തൂങ്ങണമെങ്കിൽ തൂങ്ങട്ടെ. രക്ഷപ്പെട്ടാൽ നമ്മൾ രക്ഷപ്പെടും. എനിക്കൊന്ന് ഒഴിവാക്കി കിട്ടിയേ പറ്റും. കാശ് എത്രയായാലും ഒരു പ്രശ്നമല്ല. അതിന് വൈശാഖൻ വിചാരിച്ചാലേ നടക്കൂ. ഒന്ന് മനസ്സ് വയ്ക്കണം വൈശാഖൻ. സഹായിക്കാം, ഈ വൈശാഖൻ സഹായിക്കാം. അത് മതി എനിക്ക്. വൈശാഖൻ, എനിക്കെന്തോ പന്തികേട് മണക്കും. നമുക്ക് ഈ ചർച്ച ഇവിടെ വച്ച് അവസാനിപ്പിക്കാം. നാളെ കാണാം. കാണാം. എവിടെ, എപ്പോ, എത്ര മണിക്ക് പറഞ്ഞാൽ മതി. വൈശാഖൻ, സ്ത്രീകളുടെ മനസ്സ് രഹസ്യം സൂക്ഷിക്കാൻ കഴിയില്ല. അത് അമ്മയായാലും പെങ്ങളായാലും, പ്രത്യേകിച്ച് ഒഴിവാക്കലുകൾ. അത് മകനായാൽ പോലും ഒരു പെറ്റമ്മയ്ക്ക് സഹിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞത് വൈശാഖന് മനസ്സിലായെന്ന് തോന്നുന്നു. മനസ്സിലായി. പക്ഷേ ഒരു ദൗത്യം പൂർത്തിയാക്കാൻ മറ്റൊരു ദൗത്യം കൂടി. എങ്ങനെ, എത്ര ആലോചിച്ചിട്ട് പിടികിട്ടുന്നു. ലക്ഷ്യസ്ഥാനത്തെത്താൻ ഒഴിവാക്കേണ്ടവരൊക്കെ ഒഴിവാക്കി തരും. ഇത് വൈശാഖന്റെ ഉറപ്പ്. നേതാവ് ധൈര്യമായിട്ടേ. ഒരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്ത് ഞാൻ എത്തുമ്പോൾ ആ തലപ്പൊക്കത്തിന് അവകാശം വൈശാഖന് മാത്രമാണ്. വൈശാഖന് മാത്രമുള്ളതാണ്. ഇത് എൻ്റെ ഉറപ്പ്. നീ എന്താ പറഞ്ഞേ? നീ ഇതെവിടേക്കാ പോകുന്നേ? നിർത്തിക്കോ. ഒഴിവാക്കി ഒഴിവാക്കി സ്വന്തം അമ്മയെ വരെ മതിയാക്കും. ഈ കളി നീ അവസാനിപ്പിക്കും. എന്റെ കളി കാണാൻ പോകുന്നതേ ഉള്ളൂ. ഒന്നും രണ്ടുമല്ല, മൂന്നാമതൊരു ദൗത്യം കൂടിയുണ്ട് ഈ വൈശാഖന്. ആ ദൗത്യം കൂടി പൂർത്തിയായാൽ ഈ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്നത് ഈ വൈശാഖനായിരിക്കും. അപ്പൊ നീ രണ്ടും കൽപ്പിച്ച് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. അതെ, ഒരു പക്ഷേ നിനക്ക് വിശ്വസിക്കാൻ പോലും പ്രയാസമായിരിക്കും. ഈ പ്രസ്ഥാനത്തെ നയിക്കാൻ പോകുന്നത് ഞാനാണെന്ന്, ഈ വൈശാഖനാണെന്ന്. മോനെ, സൂക്ഷിച്ചു നടക്കണേ. കാലിന് തട്ടിയ രക്തം പൊടിയും. രക്തം പൊടിഞ്ഞാൽ അമ്മയ്ക്ക് സഹിക്കില്ല.
അമ്മേ. അമ്മേ. ഏ? മോനെ എന്തു മക്കളെ, മോനെ എന്തു പറ്റി? എന്തു പറ്റിയടാ മക്കളെ? അയ്യോ ഒന്നുമില്ലമ്മേ. ഒന്നുമില്ല എന്റെ മോനുമോനെ ഒന്നുമില്ല മക്കളെ. ഈശ്വര, നീ എന്താ സ്വപ്നം കണ്ടോ? ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല. ഡാ മോനെ ഒന്ന് നിന്നേ. നീ എന്ത് സ്വപ്നാ ഇന്നലെ കണ്ടേ? കണ്ട സ്വപ്നം നീ അമ്മയടുത്ത് പറയടാ. പൊട്ട ഒരു സ്വപ്നം കണ്ടേനാണ് ഇങ്ങനെയൊക്കെ നീ. അപ്പൊ നീ കണ്ട സ്വപ്നം അമ്മയെ കുറിച്ച് തന്നെ പറയടാ. എന്ത് സ്വപ്നാ കണ്ടേ? പറയടാ, പറ. എടാ ദുഷ്ട, ഞാൻ എന്തെങ്കിലും ദ്രോഹം നിനക്ക് ചെയ്തിട്ടുണ്ടോടാ? എന്റെ പൊന്നേ, എന്റെ ഇതിൽ ഉൾപ്പെടുത്തി ഞാനിതിൽ ഉൾപ്പെടുത്തില്ല. ഇന്നത്തെ പത്രം ഒന്ന് എടുത്താൽ, ടി വി ഒന്ന് ഓൺ ചെയ്താൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ക്രൂരകൃത്യങ്ങളാണ് കാണുന്നത്. ഇത് കണ്ടുണരുന്ന രാഷ്ട്രീയ വിദ്യാർത്ഥികൾ എങ്ങനെ ഞെട്ടാതിരിക്കും? വൈശാഖനും അമ്മയും മാത്രമുള്ള ഒരു ലോകം. തനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൂടെ എന്ന് വൈശാഖൻ സ്വപ്നം കണ്ടു. അത്രേ ഉള്ളൂ. നമ്മൾ കമാൽ ശിവ.